ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-2.5 വർഷമായി ഈ ചാനലിലൂടെ കൃത്യമായി കറണ്ട് അഫയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാളിതുവരെയായി കാര്യമായ റെസ്പോൺസൊന്നും ഈ ചാനലിന് ലഭിച്ചിട്ടില്ല. പലപ്പോഴും ഇതിനേക്കാളും ഗ്രാഫിക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാത്ത ചാനലുകൾ കൃത്യമായ വ്യൂസ് വരുന്നുണ്ട്. ഇതിൽ കാര്യമായ വ്യൂസൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വെറുതെ വായിച്ച് ആൻസർ ചെയ്യുക അല്ലാതെ മറ്റൊന്നും ഗ്രാഫിക്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇനി മുതൽ ഇതിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും PSC ബുള്ളറ്റിൻ എന്ന് സംഘടിപ്പിക്കുക എന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. പലപ്പോഴും വടകര, കൊയിലാണ്ടി, കോഴിക്കോട് എന്നുള്ള തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പോയി ദൂരങ്ങളിൽ പോയി ബുള്ളറ്റിനൊക്കെ പലപ്പോഴും സംഘടിപ്പിക്കാറുള്ളത്. അടുത്ത കാലത്താണ് എനിക്ക് കൃത്യമായിട്ട് ബുള്ളറ്റിൻ എൻ്റെ തൊട്ടടുത്തൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അങ്ങനെ ആ രീതിയിൽ മെനക്കെടുന്നില്ല കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിലും ഭേദം ഇതൊരു വല്ല പാട്ട് പറ്റിയോ മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വായിച്ചുകൊണ്ട് ആൻസർ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഗ്രാഫിക്സും എഴുത്തുകുത്തുകളൊന്നും തൽക്കാലമായി നിർത്തിവെച്ചിരിക്കും. ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൽ ആദ്യം കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച സ്റ്റേഷൻ ഏത് എന്നാണ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് ഉത്തരം. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, കണ്ണൂർ സിറ്റിയിൽ ഉൾപ്പെടുന്ന തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. അടുത്തത്: പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ പ്രധാന കഥാകാരൻ ആര് എന്നാണ് ചോദ്യം. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ പ്രധാന കഥാകാരനാണ് അടുത്ത കാലത്ത് തന്നിരിക്കേണ്ടത് M.T. വാസുദേവൻ നായർ. M.T. വാസുദേവൻ നായർ. അദ്ദേഹത്തിനൊപ്പം അടുത്തത് പത്മശ്രീ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പ്രമുഖ ഫുട്ബോൾ താരമായ മലയാളി ആര് എന്നാണ് ചോദ്യം. പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാള ഫുട്ബോൾ താരം I.M. വിജയനാണ് ഉത്തരം. I.M. വിജയൻ. പ്രേംനസീർ പുരസ്കാരം ലഭിച്ച നടി ആരെന്ന് ചോദിച്ചാൽ ഷീലയാണ് ഉത്തരം. പ്രേംനസീർ പുരസ്കാരം ലഭിച്ച മലയാള നടി ആരെന്ന് ചോദിച്ചാൽ ഷീല ആണ് ഉത്തരം. അടുത്ത ചോദ്യം: S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് M. വസന്തനാണ് ഉത്തരം. പ്രൊഫസർ S.K. വസന്തൻ ആണ് ഉത്തരം. പ്രൊഫസർ S.K. വസന്തൻ. ഇനി സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റ മലയാളി ആര് എന്നാണ് ചോദ്യം. സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റ മലയാളി ആര് എന്നാണ് ചോദ്യം. സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റ മലയാളി ആര് എന്നാണ് ചോദ്യം. ഉത്തരം ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ ആണ് ഉത്തരം. ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ ആണ് ഉത്തരം. ഇനി കേരള മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട വനിത ആര് എന്നാണ് ചോദ്യം. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി വനിത ആര് എന്നാണ് ചോദ്യം. ഉത്തരം V. ഗീതയാണ് ഉത്തരം. V. ഗീത ഉത്തരം. ഇനി കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം: സുഗത നവതി പുരസ്കാരം ലഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആര് എന്ന ചോദ്യം. സുഗത നവതി പുരസ്കാരം ലഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് സുഗത നവതി പുരസ്കാരം. സുഗത നവതി പുരസ്കാരം ലഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആര് എന്നാണ് ചോദ്യം. ശ്രീമൻ നാരായണനാണ് ഉത്തരം. ശ്രീമൻ നാരായണനാണ് ഉത്തരം. ഇനി അടുത്തതായി സൂര്യനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. സൂര്യനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്തതാണ് സൂര്യനാട് കുഞ്ഞൻപിള്ള. സൂര്യനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ A.M. ഉണ്ണികൃഷ്ണനാണ് ഉത്തരം. ഡോക്ടർ A.M. ഉണ്ണികൃഷ്ണനാണ് ഉത്തരം. 25,555 രൂപയാണ് സമ്മാനത്തുക. അടുത്തത്: ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഏർപ്പെടുത്തിയ ഭവന നിർമ്മാണ പദ്ധതിയുടെ പേര്. സ്വന്തമായി വീടില്ലാത്തവർക്ക് വേണ്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതിയുടെ പേരാണ് ഒപ്പം.
ഒപ്പം എന്നാണ് പദ്ധതിയുടെ പേര്. കേരളത്തിലെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് നടന്നത് എവിടെയെന്നാണ് ചോദ്യം. കേരളത്തിലെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് നടന്നത് തിരുവനന്തപുരമാണ് ഉത്തരം. കേരളത്തിലെ പ്രധാന പ്രവാസി വ്യവസായിയായിട്ടുള്ള രവി പിള്ളയുടെ ആത്മകഥ. കേരളത്തിലെ പ്രധാന പ്രവാസി വ്യവസായിയായിട്ടുള്ള രവി പിള്ളയുടെ ആത്മകഥയുടെ പേര്. ഉത്തരം രവി യുഗം ആണ് ഉത്തരം. രവി യുഗം ഉത്തരം. കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. കെ രാമമൂർത്തി പുരസ്കാരം ലഭിച്ചത് കെ മുരളീധരനാണ് ഉത്തരം. ഇനി കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിച്ചതാര്? കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പുരസ്കാരം സമ്മാനിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ചെറുവയൽ രാമനാണ് ഉത്തരം. ചെറുവയൽ രാമൻ. ഇനി മേരി ക്യൂറി ഫെലോഷിപ്പ് പുരസ്കാരത്തിന് അർഹയായ കോഴിക്കോട് സ്വദേശിനി ആര് എന്നാണ് ചോദ്യം. മേരി ക്യൂറി ഫെലോഷിപ്പ് പുരസ്കാരത്തിന് അർഹയായ മലയാളി അല്ലെങ്കിൽ കോഴിക്കോട് സ്വദേശി ആര് എന്നാണ് ചോദ്യം. ഉത്തരം ചൈത്ര അനൂപാണ് ഉത്തരം. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിന് പരിശീലനത്തിന് തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 കോടി രൂപയുടെ പുരസ്കാരമാണ് ചൈത്ര അനൂപിന് ലഭിക്കേണ്ടത്. ഇനി 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ എസ് സോമനാഥിനാണ് 2023 ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ്. GSLV VF-15 എന്ന റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള എത്രാമത്തെ ISROയുടെ എത്രാമത്തെ വിക്ഷേപണം എന്നാണ് ചോദ്യം. ഉത്തരം 100ാമത് വിക്ഷേപണമാണ് GSLV F-15 എന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് ഗുജറാത്താണ് ഉത്തരം. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാവും ഇനി അതിൻ്റെ പേര്. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നായിരിക്കും ഇനി അതിൻ്റെ പേര് മാറ്റി വരിക. ഇനി ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ആണ് ഉത്തരം. ജമ്മു കാശ്മീർ. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാര സൂപ്പർ ആപ്പ് പുറത്തിറക്കിയാണ് റെയിൽവേ. ആ ആപ്പിൻ്റെ പേരാണ് സ്വാറെയിൽ ആപ്പാണ്. റെയിൽവേ മന്ത്രാലയം പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാര സംവിധാനമാണ് സ്വാറെയിൽ. ഇനി ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലിൻ്റെ പേര്. ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലിൻ്റെ പേര് ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലിൻ്റെ പേരാണ് നാഗ് മാർക്ക് എന്നാണ് അതിൻ്റെ പേര്. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമായിട്ട് ISRO വികസിപ്പിച്ച പുതിയ സാങ്കേതിക വിദ്യ. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമായി ISRO വിജയകരമായി പരീക്ഷണം നടത്തിയ സാങ്കേതിക വിദ്യയുടെ പേര് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വികാസ് ലിക്വിഡ് എഞ്ചിനാണ് ഉത്തരം. ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇനി 38ാമത് ദേശീയ ഗെയിംസ് ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെറാഡൂണിലാണ്. 38ാമത് ദേശീയ ഗെയിംസ് ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആരെന്നാണ് ചോദ്യം.
പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുഖ് ആണ് ഉത്തരം. യുൻ സുഖ് യോൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് അറിയപ്പെടുന്നു ഹോപ്പ് എന്നാണ് ആ ആത്മകഥയുടെ പേര്. മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ഹോപ്പ്. ഇനി ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് നവാബ് സലാമിനാണ്. നവാബ് സലാമാണ് ഉത്തരം. നവാബ് സലാം. ഡേവിഡ് ലിഞ്ച് ബന്ധപ്പെട്ട മേഖല വിഖ്യാത ഹോളിവുഡ് സംവിധായകനാണ്. അതുപോലെ തിരക്കഥാകൃത്താണ് ഡേവിഡ് ലിഞ്ച്. ഇനി R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച ചൈനീസ് കമ്പനിയുടെ പേര്. R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച ചൈനീസ് കമ്പനിയുടെ പേരാണ് ഡീപ്പ് സീക്ക് ആണ് ഉത്തരം. ഇനി ലോക സാമ്പത്തിക ഉച്ചകോടി നടന്നത് എവിടെയെന്നാണ് ചോദ്യം. സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് ലോക സാമ്പത്തിക ഉച്ചകോടി നടന്നത്. ആമസോൺ സ്ഥാപനമായിട്ടുള്ള ജെഫ് ബെസോസിൻ്റെ കമ്പനി ഒരു റോക്കറ്റ് ഇറക്കുകയുണ്ടായി. ആ റോക്കറ്റിൻ്റെ പേര് ന്യൂ ഗ്ലെന്നി എന്നാണ് ആമസോണിൻ്റെ സ്ഥാപനമായിട്ടുള്ള ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ ഇറക്കിയ കൂറ്റൻ റോക്കറ്റിൻ്റെ പേര്. ഇനി അടുത്ത കാലത്തെ പ്രധാന സംഭവങ്ങളാണ് ലോകവുമായി ബന്ധപ്പെട്ട് ബഹിരാകാശത്ത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കറണ്ട് അഫയേഴ്സിൽ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ചോദ്യം തന്നെയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായുള്ള സുനിത വില്യംസാണ്. അവർ 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിറ്റ്സണ്ടിന് 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് തിരുത്തിയത്. ഇനി 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പോപ്പ് താരം. ഏറ്റവും കൂടുതൽ 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ പോപ്പ് താരം ബിയോൺസിയാണ് ഉത്തരം. ബിയോൺസി. ഇനി അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കിൾ മാർട്ടിനാണ്. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിനാണ്. ഇനി ബഹ്റിൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി നേടിയ മലയാളി പ്രവാസി വ്യവസായിയാണ് രവി പിള്ള. ബഹ്റിൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി നേടിയ മലയാളി പ്രവാസി വ്യവസായിയാണ് രവി പിള്ള. ഇനി ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ജോർജിയാണ് ഉത്തരം. ഇനി ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിൽ, അതായത് ടെസ്റ്റ്, ഏകദിനം, അതുപോലെ തന്നെ T20 അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ആദ്യ അരങ്ങേറ്റത്തിൽ തന്നെ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഹർഷിത് റാണയാണ് ഉത്തരം. ഹർഷിത് റാണ. ICCയുടെ, അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഏറ്റവും മികച്ച കളിക്കാനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പേസ് ബോളർ ആരെന്നാണ് ചോദ്യം. 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാൽ ജസ്പ്രീത് ബുംറയാണ് ഉത്തരം. ജസ്പ്രീത് ബുംറ. മികച്ച വനിതാ താരമായി ന്യൂസിലാൻഡിൻ്റെ അമേലിയ ഖെർ തിരഞ്ഞെടുക്കപ്പെട്ടു. അമേലിയ ഖെർ ആണ് ന്യൂസിലാൻഡ് താരമാണ് മികച്ച വനിതാ താരമായി ICC തിരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം. CK നായിഡു പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഉത്തരം. സമഗ്ര സംഭാവനയ്ക്ക് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിലാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇനി T20 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. T20 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ് 135 റൺസ്. അത് അഭിഷേക് ശർമ്മയാണ്. ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ 6 എന്ന 13 എണ്ണം റെക്കോർഡ് സ്വന്തമാക്കാനും
അതായത് അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചു. അടുത്തത് ടാറ്റ സ്റ്റീൽ ചെസ്സിൽ കിരീടം നേടിയത് പ്രജ്ഞാനന്ദയാണ്. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ കിരീടം നേടിയത് പ്രജ്ഞാനന്ദ. ഇനി മുമ്പ് പറഞ്ഞിട്ടുള്ള ചോദ്യം തന്നെയാണ്. അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യം ഏതെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ദക്ഷിണാഫ്രിക്കയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കയാണ്, അതുകൊണ്ട് റണ്ണറപ്പ്. ഇനി പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ എത്ര എന്ന് ചോദിച്ചാൽ 435 റൺസാണ്. ഇന്ത്യ നേടിയ പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ ഏറ്റവും കൂടിയ റൺസ് 435 റൺസാണ്. അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ അവസാന മത്സരത്തിലാണ് ഈ വനിതാ ടീം ഈ നേട്ടം കൈവരിച്ചത്. ഇന്ത്യ നേടിയ 304 റൺസിൻ്റെ വിജയം വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയം കൂടിയായി തീർന്നു. ഇതേ പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ നേടിയ 371 റൺസായിരുന്നു ഇതുവരെ വനിതകളുടെ ഉയർന്ന സ്കോർ. എന്നാൽ 2014 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ. 418. എന്നാൽ സ്ത്രീകളുടെ ക്രിക്കറ്റിൽ വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ 435 റൺസാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ 435 റൺസാണ്. ഇനി ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ജോർജ് ഓർവെലിൻ്റെ 75ാം ചരമവാർഷിക ദിനത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം ഇറക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാജ്യമാണ് ബ്രിട്ടനാണ് ഉത്തരം. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായിട്ട് തീർന്നത് ഡി ഗുകേഷാണ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമതായത് ഡി ഗുകേഷാണ്. അത് അണ്ടർ-19 T20 ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ബൗളറാണ് എന്നാണ് ചോദ്യം. കോലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ-19 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ആദ്യ ഇന്ത്യൻ ബൗളറായി വൈഷ്ണവി ശർമ്മയാണ് ഉത്തരം. വൈഷ്ണവി ശർമ്മയാണ് ആ ഹാട്രിക് നേടിയ വനിത. ഇനി ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡിട്ട സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഉത്തരം മുംബൈ വാങ്കഡെ സ്റ്റേഡിയമാണ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയമാണ്. ഇതിനായിട്ട് 14,505 പന്തുകളാണ് ഉപയോഗിച്ചത്. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയ അമേരിക്കൻ താരം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് അമേരിക്കക്കാരിയാണ്. അമേരിക്കയുടെ മാഡിസൺ കെയ്സാണ് ഉത്തരം. മാഡിസൺ കെയ്സിനാണ് ഉത്തരം. ഫൈനലിൽ ബെലാറസിൻ്റെ ആര്യാന സബലെങ്കയാണ് അവർ പരാജയപ്പെടുത്തിയത്. ആര്യാന സബലെങ്കയാണ് റണ്ണറപ്പായിട്ട് മാറിയ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ്. ഇനി ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ഒരേ തീയതിയിൽ രാത്രി ഒന്നിച്ച് ഒരേ ദിശയിൽ ആകാശ ദൃശ്യമായി. ആ ദിവസം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ജനുവരി 25. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ഒരേ തീയതിയിൽ രാത്രി ഒന്നിച്ച് ഒരേ നിലയിൽ ആകാശത്ത് ദൃശ്യമായി. ആ ആകാശ ദൃശ്യമായ തീയതി എന്ന് ചോദിച്ചാൽ ജനുവരി 25 ആണ് ഉത്തരം. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. ഉത്തരം. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. അലക്സാണ്ടർ സ്വരേവിനെയാണ് യാനിക് സിന്നർ പരാജയപ്പെടുത്തിയത്. ഇറ്റലിയുടെ യാനിക് സിന്നറിനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം. ഇനി അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര് എന്നാണ് ചോദ്യം. അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് തെലങ്കാനക്കാരിയായിട്ടുള്ള ജി തൃഷയാണ് ഉത്തരം. ഇത്രയുമാണ് ഫെബ്രുവരി മാസത്തെ പ്രധാന കണ്ടന്റ്.